നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരമുണ്ട്. അവയെ കവച്ചു വെച്ചുകൊണ്ട് ഒരു ആത്മസത്യമുണ്ട്. ഈ മൂന്നെണ്ണത്തെയും ആത്മാവിനെയും കൂടി കൂട്ടിയോജിപ്പിച്ച് ജീവിക്കുന്നതാണ് അധ്യാത്മം. ലൗകികം എന്താ? ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കൾ, നശ്വര വസ്തുക്കൾ, അവയെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് ലൗകികം. വേവലാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് ലൗകികം. നിങ്ങൾക്ക് എന്തു വേണം എന്നുള്ളത് തീരുമാനിച്ചോളൂ. ഭവിഷ്യം നാനുസന്ധത്തെ നാതീതം ചിന്തയത്യസൗ വർത്തമാനനിമേഷം തൂ ഹസന്നേവാനുവർത്തതേ വിചാരാത്തീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരം പദം ദീർഘസംസാരരോഗസ്യ വിചാരോ ഹി മഹൗഷധം. വിചാരാത്തീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരം പദം ദീർഘസംസാരരോഗസ്യ വിചാരോ ഹി മഹൗഷധം. ഇത് വലിയ ഒരു ഫോമുല, ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. വലിയ ഒരു സൂത്രം, വല്ലാത്തൊരു തത്വമൂല്യം, സിദ്ധാന്തം. വിചാരാത് തീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരം പദം. സ്വാമിജി ഓരോ ശ്ലോകവും എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥത്തിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങനെ ചികഞ്ഞ് പറയുന്നത് എങ്ങനെയാ, എന്തിനാ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? എന്താ ഇങ്ങനെ വിശകലനം ചെയ്ത് ഉള്ളിലേക്ക് പോണേന്ന് അറിയോ നിങ്ങൾക്ക്? ഇതിനാണ് പേര് വിചാരം എന്ന്. ആ വിചാരത്തില് ചികഞ്ഞ് കുഴിയാന പോലെ പോവുക. ആ ചികഞ്ഞ് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് സമ്പന്നത, സൂക്ഷ്മത, ഉദാത്തത, വികാസം, സൗന്ദര്യം, വൈഭവം ഉണ്ടാവണത് അപ്പളാ. ഇതിന് പേര് വിചാരം എന്നാണ്. എന്താണ് ഈ വിചാരം? ബുദ്ധി കൊണ്ട് ചെയ്യുന്ന നിരന്തര പരിശ്രമം. നിങ്ങളിപ്പോൾ കാലുകൊണ്ട് നടന്നു, മാരത്തോൺ റേസ് എന്ന് പറയുന്നു. എന്താണ് ഈ മാരത്തോൺ റേസ്? അനവധി കിലോമീറ്റർ നിൽക്കാതെ ഓടുക. സാധാരണ ഈ സ്പ്രിന്റിലൊക്കെ നടക്കുന്നത് എങ്ങനെയാ? ചെറിയ ഓട്ടാ, നല്ല സ്പീഡിൽ ഓടണം. അങ്ങനെ നല്ല സ്പീഡിൽ ഓടാൻ പറ്റില്ല മാരത്തോണിന്. പതുക്കെയാണ് അവർ തുടങ്ങുക. അത് അവസാനം എത്തുമ്പോഴാണ് കുറച്ചൊരു വേഗത കൂടുക. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. ആദ്യമേ വേഗം ഓടിയാൽ അവരെ കൊണ്ട് എത്താൻ പറ്റില്ല. നല്ല പരിശീലനം വേണം. അതേപോലെ ഒരു നിലയ്ക്ക് മാരത്തോണാണ് ഈ വിചാരധാവനവും. ബുദ്ധി കൊണ്ട് ചെയ്യുന്ന തീർത്ഥയാത്രയാണത് എന്ന് പറയാം. ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, എന്തു പറയും? മനുഷ്യന് 4 തരത്തിലുള്ള പ്രവൃത്തികളാണുള്ളത്. ഒന്ന് ദേഹാംഗങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഐന്ദ്രിയ പ്രവൃത്തി, പിന്നെ വായ കൊണ്ട് ചെയ്യുന്ന വാചിക പ്രവൃത്തി, ഉച്ചരിക്കുക, പാടുക, അതൊക്കെ. ഇത് രണ്ടും കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന സ്മരണ, അതാണ് മനനം. ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ആലോചന, വിചാരം. ഇങ്ങനെ 4 പ്രവൃത്തിയാണ്. ഈ 4 പ്രവൃത്തിക്ക്, ദൈഹിക പ്രവൃത്തിക്ക് 1 ഫലമാണെങ്കിൽ വാചിക പ്രവൃത്തിക്ക് 100 ഫലം. മനസ്സുകൊണ്ട് ചെയ്യുന്നതിന് 1000, ബുദ്ധി കൊണ്ട് ചെയ്യുന്നതിന് 1,00,000. അപ്പം ഈ വിചാരത്തിന് ഫലം എത്രയുണ്ടെന്ന് ആലോചിച്ചോളൂ. നമ്മളൊരു പൂജ ചെയ്യുകയാണെങ്കിൽ പുഷ്പം കയ്യിലെടുത്ത് ഒരു മൂർത്തിയുടെയോ വിഗ്രഹത്തിൻ്റെയോ പടത്തിൻ്റെയോ മുൻപിൽ അങ്ങനെ നിക്ഷേപിക്കുക. അപ്പം പുറമേ നിന്ന് പുഷ്പം എന്ന് പറയുന്ന ഒരു ദ്രവ്യം എടുത്തു, അത് വിരലിൽ പിടിച്ചു, വായ കൊണ്ട് നമഃ എന്ന് പറഞ്ഞു അവിടെ വച്ചു. അപ്പം ഇവിടെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? പുറമേയുള്ള ഒരു ദ്രവ്യം, നമ്മുടെ കയ്യും വിരലും, വായ കൊണ്ടുള്ള ഉച്ചാരണവും, കൂട്ടത്തിൽ കണ്ണുമുണ്ട്. ഇതാണ് പൂജ. എന്തായിപ്പത്? ഇത് ബാഹ്യമാണ്. ശരീരത്തിലും വായിലും നിക്ഷിപ്തമാണ് ഈ പൂജ. അതിന് എത്ര ഫലമുണ്ടാവും? 1, 100, 101. നേരെ മറിച്ച് ഈ പൂജയുടെ സ്ഥാനത്ത് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഞാനിങ്ങനെ പൂജിക്കുന്നുണ്ടല്ലോ, ഈ പൂജ കൊണ്ട് എനിക്കുണ്ടാവേണ്ട നേട്ടമെന്ത്? ഭഗവാനോട് എനിക്ക് തോന്നുന്ന ആ ഒരു സമർപ്പണം, അദ്ദേഹത്തോട് തോന്നുന്ന കടപ്പാട്, എന്നെ തന്നെ അടിയറ വയ്ക്കുക, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണല്ലോ ഈ ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പം ഈ ഭഗവാന് എപ്പോഴാണ് എൻ്റെ മനസ്സ് അടിയറ വയ്ക്കപ്പെടുക? അടിയറ വയ്ക്കുന്നുണ്ടോ? ഞാൻ ഈ പുഷ്പങ്ങളെടുത്ത് വയ്ക്കുന്നു. പുഷ്പങ്ങളെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ അഹങ്കാരവും മമതയും ഉള്ളിൽ നിന്നെടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പൂജ പുറം പൂജയല്ലേ ആയുള്ളൂ, മനസ്സിലായില്ലല്ലോ. ഇങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിശകലനം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് ബൗദ്ധ പ്രവൃത്തിയായി, അതിന് 1,00,000 ഫലമാണ്.
അത് നമ്മുടെ ഭക്തന്മാരിൽ സംഭവിക്കണില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭക്തി സഫലമാകാത്തത്. ഭക്തി സഫലമാകുന്നത് എപ്പോഴാ? ഭക്തൻ ഭഗവാനോടുകൂടി ആ ഭഗവത് ദർശനം കിട്ടി സന്തോഷ സൗഭാഗ്യത്തോടു കൂടി നിറഞ്ഞ് ജീവിക്കണം. ആ നിറവ് നമുക്ക് വരണില്ല. അതിനുള്ള കാരണം എന്താ? നമ്മുടെ ഭക്തി ശരിയായിട്ട് മനസ്സിലും ബുദ്ധിയിലും പ്രതിഷ്ഠിതമാവുന്നില്ല. മനസ്സിലും ബുദ്ധിയിലും പ്രതിഷ്ഠിക്കാനുള്ള വഴിയാണ് തത്വവിചാരം. ബുദ്ധി കൊണ്ടുള്ള പൂജയാണ് തത്വവിചാരം. വിചാരാ തീക്ഷ്ണതാമേത്യ. ഈ വിചാരം, തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ? വിചാരം നമ്മൾ ചെയ്യാൻ പുറപ്പെട്ടു. ചെയ്തിട്ട് ഞാൻ ഭഗവാൻ ആരാ എന്താ എന്നിങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് ആ അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. എത്ര കാലമായി ഞാൻ അന്വേഷിക്കുന്നു, കിട്ടുന്നില്ലല്ലോ. ആ കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മൂത്ത് ഒരു സമയത്ത് ഇതെനിക്ക് കിട്ടാതെ പറ്റില്ല എന്ന് ഒരാളെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 1 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ മിണ്ടാണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ വീർപ്പ് മുട്ടായി പുറത്തങ്ങോട്ട് വന്ന് ശ്വാസം എടുക്കാനായിട്ടോ വിടാനായിട്ടോ പുറപ്പെടും. അതുപോലെയുള്ള തീവ്രത വേണം. വിചാരം ചെയ്ത് ആലോചിച്ച് തീക്ഷ്ണതാമേത്യ. അതിനൊരു തീക്ഷ്ണത അങ്ങോട്ട് വരിക. അങ്ങനെ വന്നാലോ? വിചാരം ചെയ്യണത് ബുദ്ധി കൊണ്ടാണ്. നടക്കുന്നതിൽ കാല്, സംസാരിക്കുന്നതിൽ നാവ്, പിടിക്കുന്നതിൽ കയ്യ്. അതേപോലെ തത്വവിചാരം ചെയ്യുന്നതിൽ ബുദ്ധിയാണ്. ബുദ്ധിയുടെ പ്രവർത്തനമാണ് ഈ തത്വവിചാരം. ആ വിചാരം ചെയ്യുന്നത് കൊണ്ട് ശുദ്ധമാവാനുള്ളത്, തീക്ഷ്ണമാവാനുള്ളത്, സൂക്ഷ്മമാവാനുള്ളത് ബുദ്ധിയാണ്. അതിന് വേണ്ടത്ര ശുദ്ധിയും സൂക്ഷ്മതയും വികാസവും വന്നാൽ ആ ബുദ്ധി തന്നെ പരംപദം പശ്യതി. അങ്ങേ അറ്റത്തെ സ്ഥാനം അതങ്ങോട്ട് കാണുമത്രേ. ആ ബുദ്ധിക്ക് ആശയ തെളിച്ചം വന്നു. വെളിച്ചത്തിൽ കണ്ണു തുറന്നാൽ വെളിച്ചം കാണുന്നത് പോലെ. ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പവർ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇരുട്ടിലായി. കുറച്ച് കഴിഞ്ഞാൽ ടപ്പ് ആ വെളിച്ചം വരും. ആ വരുന്ന സമയത്ത് എങ്ങനെ കണ്ണിന് ഉത്സവമാകുമോ, കണ്ണിനൊരു സന്തോഷമാകുമോ, അതേമാതിരി ബുദ്ധിക്ക് ആ പരംപദം പശ്യതി, ആ പരമസ്ഥാനം അതിങ്ങനെ പ്രകാശരൂപത്തിൽ അതിന് വെളിപ്പെടും. നമ്മുടെ ആർക്കിമിഡിസ് പറഞ്ഞതുപോലെ യൂറേക്കാ എന്ന് പറയും. ന്യൂട്ടന്റെ മനസ്സിൽ ഭൂമിയുടെ ആകർഷണ ശക്തി 1 കൊല്ലത്തിന് ശേഷം വെളിപ്പെട്ടാൽ വെളിപ്പെട്ടപ്പോൾ എങ്ങനെ ഇരുന്നു അതുപോലെയാവും. ഇതാണ് ഈശ്വരൻ അല്ലേ? എല്ലാ ദിക്കിലുമുണ്ട്, ഇല്ലാത്ത സ്ഥലമില്ല. സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രത്തിൽ, ആകാശത്തിൽ, വായുവിൽ, സമുദ്രത്തിൽ, പുഴയിൽ, വൃക്ഷം, ലത, മണ്ണ്, എല്ലാറ്റിലും, മനുഷ്യരിൽ, എൻ്റെ ശരീരത്തിലും, മനസ്സിലും, ബുദ്ധിയിലും, അഹങ്കാരത്തിലും, അതിനപ്പുറത്തും, ഉള്ളിലും പുറത്തും ഠാപ്പ്. ഇതാണ് തെളിച്ചം എന്ന് പറയുന്നത്. ധീഫ് പശ്യതി പരംപദം. അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലക്ഷ്യത്തിൽ നിന്നോ ഈ പ്രാപ്യസ്ഥാനത്തിൽ നിന്നോ ഇനി പോകുന്ന ചോദ്യമില്ല, വഴുതി വീഴലില്ല. ഇതിന് രണ്ടാമത് ലഭിക്കുക എന്നൊരു ചോദ്യമില്ല. എൻ്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ തൂർന്ന് പരിലസിക്കുന്നതാണ് പരമാത്മ വൈഭവം, പരമാത്മ പ്രകാശം, പരമാത്മ സാന്നിധ്യം. ആ സാന്നിധ്യത്തിൽ നിന്ന് വിട്ട ഒരു നിലയില്ല, എന്നിൽ നിന്ന് വിട്ട് ജഗദീശ്വരനുമില്ല. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ചാത്മനി എന്നൊക്കെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇടതൂർന്ന് സന്നിഹിതമായിരിക്കുന്നതാണ് ദൈവം എന്ന് മനസ്സിലാവും. ദീർഘസംസാര രോഗസ്യ വിചാരോ ഹി മഹൌഷധം. ദീർഘസംസാര രോഗസ്യ, വളരെ കാലമായി തുടർന്ന് വരുന്ന ഈ സംസാരത്തെ ഒരു രോഗമായി കണക്കാക്കുന്ന പക്ഷം, ചിത്രീകരിക്കുന്ന പക്ഷം, വിചാരോ ഹി മഹൌഷധം. ഈ വിചാരമാണ് അതിന് ഏറ്റവും ഫലപ്രദമായ മഹത്തായ ഔഷധം, സഞ്ജീവനി. ദീർഘസംസാര രോഗസ്യ വിചാരോ ഹി മഹൌഷധം. വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണിത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, നമ്മുടെ ബുദ്ധിജീവികൾ ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെപ്പാ, ഇതൊന്നും മനസ്സിലാക്കട്ടെ. അവർക്കുള്ള വിചാരം
മാല കയ്യിൽ വെച്ച് രാമരാമ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നത് എന്ന് പറഞ്ഞ് ഒരു ധിക്കാരവും നിന്ദയുമാണ് അവരുടെ മനസ്സിൽ. അവരുടെ ബുദ്ധിയും കൊണ്ട് അവരിങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ഇതങ്ങോട്ട് കേൾക്കട്ടെ, ഇത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഈ പറയുന്നതാണ് ഭക്തി എന്ന് മാത്രം വിചാരിക്കരുത്. അത് ഒരു കൂട്ടം ആൾക്കാരങ്ങനെ ചെയ്യണു. നമ്മുടെ സംസ്കാരം ഇങ്ങനെയുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അങ്ങേ അറ്റത്തെ വിശകലനം ചെയ്ത് വിചാരത്തിൽ മാത്രമാണ് അതിൻ്റെ ശരിയായ നിലനിൽപ്പ്. ഈ ശ്ലോകം അവർ മനസ്സിലാക്കട്ടെ. വിചാരാതീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരംപദം ദീർഘ സംസാരരോഗസ്യ വിചാരോ ഹി മഹൗഷധം. വസിഷ്ഠൻ പറയുകയാണ്, രാമൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞു വന്ന് ലോകത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ കണ്ട് സ്വപ്നത്തിൽ പോലും ഒരു നല്ല മനുഷ്യനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കുകയാണല്ലോ. തീർത്ഥയാത്രയ്ക്ക് പോയത് എന്തിനാ? പല സ്ഥലങ്ങളിലും മനുഷ്യരെ ആരാധിക്കാൻ വന്നുകൂടും. ചില പുണ്യതീർത്ഥങ്ങളുണ്ട്, അവിടെ കുളിക്കും. ചില ഭൂപ്രദേശങ്ങളുണ്ട്, പർവ്വതസ്ഥാനങ്ങൾ, അവിടെ പോവും, സന്ദർശിക്കും. അനവധി മന്ദിരങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, പലതിനും പല ഐതിഹ്യമാണ്, പിൻ സ്റ്റോറികളുണ്ട്. അതൊക്കെ കേട്ട് പല ദൈവങ്ങളെയും സ്ഥാനങ്ങളെയും കണ്ടുവന്നു. അതിലൊന്നും രാമ നിനക്ക് സമാധാനം കിട്ടിയില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പരിതപിക്കുന്നത്. ആ പോയ സ്ഥലത്തൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? തീർത്ഥസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. അവിടെയൊക്കെ പോയി. എന്നിട്ട് കിട്ടിയതോ? ഒന്നും കിട്ടിയില്ല. ലോകത്തിൻ്റെ നിലനിൽപ്പും മനുഷ്യരുടെ പ്രവൃത്തിയും അവിടെയുള്ള സങ്കടങ്ങളും അനാഥത്വവും ദുഷ്പ്രവൃത്തികളും പ്രവണതകളും എല്ലാം കണ്ടു. എന്നിട്ട് യാതൊരു വിശ്രമവുമില്ലാതെ പരിതപിച്ച് ഊണ് കഴിക്കണ്ട, ഉറങ്ങണ്ട, അച്ഛനമ്മമാരെ പോയി വന്ദിക്കണ്ട, ലോകവർത്തമാനം അറിയണ്ട എന്ന് പറഞ്ഞ് നിരാശയിൽ മുങ്ങിയിരിക്കുകയാണല്ലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മനസ്സിന് സമാധാനത്തിനുള്ള വഴി പുറത്തല്ല. ലോകവുമായുള്ള സമ്പർക്കം കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് താപത്രയമാണ്. ഈ താപത്രയം ജനിക്കുന്നത് മനസ്സിലാണ്. ആ മനസ്സിൽ തന്നെ വേണം അതിനെ സംലയിപ്പിക്കാൻ. മനസ്സിൽ എന്തെങ്കിലും സംലയിപ്പിക്കണമെങ്കിൽ അതിനുള്ള വഴി ബുദ്ധിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ബുദ്ധിയാണ് മനസ്സിൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവ്. ആ ബുദ്ധിയുടെ വിചാരം കൊണ്ട് മാത്രമേ മനസ്സിൽ എന്തെങ്കിലും ഒരു മംഗള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കുക. സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ നാമക്രിയയാന്യയാ. സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ലോകത്തുള്ള മുഴുവനും ബുദ്ധിജീവികൾ ഈ ശ്ലോകം കേൾക്കണം. മുഴുവനും ബുദ്ധിജീവികൾ. ത്രേതായുഗത്തിൽ വസിഷ്ഠൻ പാടിയ പാട്ടാണിത്. അയോധ്യ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് അവിടെ രാമന് മാത്രമല്ല, അവിടെ രാമനെ ലാക്കാക്കി പറഞ്ഞതാണെങ്കിലും അവിടെ രാമൻ്റെ അച്ഛനമ്മമാരുണ്ട്, അവിടുത്തെ മന്ത്രിവൃന്ദമുണ്ട്, അവിടെ പ്രധാനപ്പെട്ട നഗരവാസികൾ കേമന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. രാമൻ്റെ കൂടെ അവരെല്ലാവരും ഇരുന്ന് 18 ദിവസം കേൾക്കുന്ന ചരിത്രമാണ്. സുന്ദരിയാ നിജയാ ബുദ്ധ്യാ, അവനവൻ്റെ തന്നെ സുന്ദരി, നല്ല അഴകുള്ള ബുദ്ധി. കേൾക്കുന്നുണ്ടോ അപ്പാ നിങ്ങൾ? എവിടെങ്കിലും നമ്മുടെ സ്കൂൾ പാഠങ്ങളിൽ സുന്ദരമായ ബുദ്ധി എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആളുടെ മുഖം കണ്ടാൽ ചന്ദ്രനെ പോലെ ഇരിക്കുന്നു, എന്താ അഴകാ! ലോകസുന്ദരി. എന്തിനെ കണ്ടിട്ടാണ് ഈ ലോകസുന്ദരി? അവരിങ്ങനെ പലതരത്തിലും വേഷം കെട്ടി ഇങ്ങനെ വരും, നടന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിനാണ് സൗന്ദര്യം കൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അഭിപ്രായത്തിൽ ബുദ്ധിക്കാണ് സൗന്ദര്യം. ഞാൻ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾ കുറേ പുഷ്പങ്ങൾ കണ്ടു, ആ പുഷ്പങ്ങളുടെ ഇടയിൽ ഒരു പുഷ്പം ഏറ്റവും അഴകുള്ളതാണെന്ന് നിങ്ങൾ പറയുന്നു. ഈ ഒരു പുഷ്പം ഏറ്റവും സുന്ദരമാണ് എന്ന് പറയാൻ എന്താ കാരണം? അനവധി പുഷ്പങ്ങളെ കണ്ടപ്പോൾ ആ പുഷ്പങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് സുന്ദരമാണ് മറ്റത് അസുന്ദരമാണ് എന്ന് വേർതിരിച്ച് നിങ്ങൾക്ക് ആ വേർതിരിവ് ജ്ഞാനമുണ്ടാക്കി താരതമ്യപ്പെടുത്തി അവസാനം ഇന്നതാണ് അതിസുന്ദരം എന്ന് പറയുന്നതും പറയിപ്പിച്ചതും കണ്ണാണോ അതോ കണ്ണിനെ വിനിയോഗിച്ച ബുദ്ധിയോ? അപ്പൊ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് പുറം കണ്ണും പുറം വസ്തുക്കളുമാണോ അതോ ഉൾബുദ്ധിയോ എന്ന് നിങ്ങൾ ഇപ്പം പറയണം എന്നോട്.
സുന്ദര്യാനിജയാ ബുദ്ധ്യ, തൻ്റെ സ്വന്തം സുന്ദരിയായ ബുദ്ധി ഒരു ഭാഗത്ത്, പ്രജ്ഞയൈവ വയസ്യയാ, പിന്നെ ഒരു സഖി വേണം നമുക്ക്. ആ സഖി ആരാ? പ്രജ്ഞയൈവ വയസ്യയാ, നല്ലതും ചീത്തയും ശാശ്വതവും അശാശ്വതവും നശ്വരവും അനശ്വരവും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രജ്ഞ, ഒരു വിശേഷ ബുദ്ധി. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് പദമാസാദ്യതേ രാമ. അതുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള പരമപദം നമ്മൾ കയ്യിലാക്കുന്നത്, കൈയടക്കുന്നത്. ഇതുകൊണ്ടാണ് രണ്ട് ഘടകങ്ങളാണ് നമ്മെ സഹായിക്കാൻ. ഒന്ന് സുന്ദരമായ ബുദ്ധി, മറുഭാഗത്തോ കാര്യങ്ങളെ ഗുണദോഷം അറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷമായ പ്രജ്ഞ. ഇത് രണ്ടിൻ്റെയും സഹായത്താലാണ് പരമപദം ഒരാൾ നേടുന്നത്. നാമക്രിയയാന്യയാ, വെറുതെ ഒരു മാലയെടുത്ത് നാമം ജപിച്ചത് കൊണ്ടോ അല്ല, വെറും പുണ്യകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ അല്ല. നമ്മുടെ നേട്ടം ഉള്ളിലാണ്. ആ ഉൾനേട്ടം കരസ്ഥമാക്കാൻ ഉള്ളിലുള്ള ബുദ്ധിയും വിവേകവും ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. എത്ര വലിയ പ്രസ്താവന അതൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അനവധി പുരാണങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അനവധി ദേവീ ദേവന്മാരെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഓരോ ദേവനെയും പൂജ നടത്തുന്നതിന് ഓരോ തരത്തിലുള്ള വിധിയും മറ്റുമൊക്കെയാണ്. ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും കാര്യം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണപ്പാ. ആ ഉള്ളിൽ ഇത് നടത്തിക്കാനായി രണ്ട് ഘടകം, അതിസുന്ദരമായ ബുദ്ധി, കാര്യക്ഷമമായിരിക്കുന്ന വിവേകം, ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ പരമപദത്തിലേക്ക് എത്തിക്കുന്നത്. സുന്ദര്യാ നിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ നാമക്രിയയാന്യയാ. വസിഷ്ഠ മഹർഷി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നാണ് ഇത് മുഴുവനും വരുന്നത്. ഒരു പൃച്ഛകൻ, ഒരു ജിജ്ഞാസു മുമ്പിലുള്ളപ്പോൾ പ്രവക്താവിന് തന്നെ പറയാൻ തോന്നുക. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ മുൻപിലുള്ള സദസ്സാണ് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഇത് ദൃശ്യമായ ഒരു ക്യാമറയ്ക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ മുൻപിലുള്ള സദസ്സിൽ അലിഖിതമായ ഒരു പ്രകടനമുണ്ടതിന്. ആരാണ് ഈ കേൾക്കുന്നത്, എപ്പോഴാണ് വന്നിരിക്കുന്നത്? ആ വന്നവരെ നമുക്കൊരു പക്ഷേ അറിയില്ല, കാണുകയുള്ളൂ. കുറേയൊക്കെ കണ്ട് മനസ്സിലാക്കാമായിരിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കാം. അപ്രത്യക്ഷമായ പരോക്ഷവും കൂടി അല്ലാത്തൊരു ഘടകമുണ്ട് അവിടെ. ആ ഘടകമാണ് ഈ പ്രവക്താവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ വ്യാസതപോവനത്തിൽ പോയി. അന്ന് പുരുഷോത്തമ സ്വാമിജിയുടെ മഹാസമാധി ദിവസമാണ്. ഞാൻ അവിടെ പോയപ്പോൾ ഇങ്ങനെ വരിയായിട്ട് നീളത്തിലിരിക്കുന്നു വേദവ്യാസ ഭവനിൽ. ആ മുമ്പിലത്തെ കസേരയിൽ മുഴുവനും സന്യാസിമാരാ. ഞാൻ ഇങ്ങനെ നിറഞ്ഞ ഒരു വരിയിൽ സന്യാസിമാരിരുന്ന് കണ്ടിട്ടേ ഇല്ല. കുറേ അധികം സന്യാസിമാരുണ്ട്. അവർ പലതരത്തിലുള്ളവരാ. അതിലിരുന്ന് മുഴുവനാകാതെ 2ാമത്തെ വരിയിലും ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഗൃഹസ്ഥന്മാരാണ്. അവിടെ ചെന്ന് സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ പുരുഷോത്തമ സ്വാമിജിയുടെ മഹാസമാധി ദിവസമാണ്. അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു. ഗൃഹസ്ഥനായിരിക്കുമ്പോഴാണ് 3 കുട്ടികളുള്ളപ്പോഴാണ് സന്യസിക്കണമെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾ സഹോദരന്മാർ സന്യസിച്ച് കണ്ടപ്പോൾ ഇവർക്കാർക്കും നമ്മുടെ കളം കൃഷിയും പ്രോപ്പർട്ടിയും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ? 3 കുട്ടികളെ പഠിപ്പിക്കണം, വളർത്തണം എന്നുള്ളതുണ്ട്. ആ ചുമതലയിൽ നിന്ന് ഞാൻ ഒഴിവാവാൻ പോണില്ല. പക്ഷേ ഞാൻ സന്യസിക്കാൻ തന്നെയാണ് പോണത് എന്ന് തീരുമാനിച്ചു. ഒരു വലിയ തീരുമാനമാണ്. വലിയ തീരുമാനമാണ്, ഉപായപ്പെട്ടതല്ല. എനിക്ക് തോന്നണത് വാൽമീകി മഹർഷി കുടുംബവും കുട്ടികളെയും ഉപേക്ഷിച്ച് അങ്ങനെ തപസ്വിയായി. അതേ ഉപേക്ഷിച്ച വാൽമീകി മഹർഷിയാണ് രാമൻ സീതയെ ഉപേക്ഷിച്ചപ്പോൾ, നീ കുറച്ചും കൂടി ഖേദിക്കണ്ട, ഞാൻ രാമനെ കുറ്റം പറയണമില്ല, നിന്റെ ഗർഭരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കൊണ്ട് നടത്തിച്ചോളാം, കുട്ടികളുടെ സംരക്ഷണവും നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തത്? നമ്മുടെ പാരമ്പര്യം അതാണ് കൂട്ടരെ. അതുമാതിരി ഒരു കണ്വ മഹർഷി അവിഹിതമായി ജനിച്ച ആ കുട്ടിയെ ശകുന്തളയെ വളർത്തി. ദുഷ്യന്തനുമായൊരു സംസർഗമുണ്ടായി എന്ന് കേട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ വന്നപ്പോൾ ഉടനെ പറഞ്ഞയച്ചു. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. ഇതാണ് മഹർഷിമാരുടെ പ്രത്യേകത. അവർക്ക് ഗ്രഹിക്കാനും പറ്റും, ന്യസിക്കാനും പറ്റണമല്ലോ. അതാണല്ലോ അതിൻ്റെ മഹത്വം. അപ്പം പുരുഷോത്തമ സ്വാമിജിയുടെ തീരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയമാണെന്ന് ഞാൻ പറയില്ല.
അങ്ങനെ തന്നെയാണ് വേണ്ടത് എല്ലാവരും. ഈ സന്യാസം എന്ന് പറഞ്ഞത് ശരിക്കെടുക്കേണ്ടത് ഗൃഹസ്ഥന്മാരാണ്. അവർ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് മക്കളുണ്ടായി, കുട്ടികളുണ്ടായി, ദാമ്പത്യ ജീവിതമൊക്കെ സഫലമായി എന്ന് കണ്ടാൽ ആ ഒരു പാകത്തോടു കൂടി അവർ സന്യാസം എടുക്കുമ്പോഴാണ് സന്യാസവും ഭംഗിയാവുക, അവർക്കും ഭംഗി വരിക. പക്ഷെ നിങ്ങളൊക്കെ ഏത് കൂട്ടരാ? ഗൃഹസ്ഥാശ്രമത്തോടു കൂടി മണ്ണിലേക്ക് പോകുന്നവരാ. ഇത് ഒരിക്കലും നമ്മുടെ ശാസ്ത്രമോ നമ്മുടെ സംസ്കാരമോ അനുവദിക്കുന്നില്ല. അപ്പോൾ പുരുഷോത്തമ സ്വാമിജിയെ പറ്റി പറയുമ്പോൾ ഞാൻ വല്ലാത്ത വാചാലനാവും. ഞാൻ അവരോട് പറയുമായിരുന്നു, നിങ്ങൾ ഇത്രയൊക്കെ ഈ ദിനം ആചരിക്കുന്നുണ്ടല്ലോ, ഈ ദിനം ആചരിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥപുഷ്ടി വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പുരുഷോത്തമ സ്വാമിജിയെ പോലെ ആവണം. നോക്കുക നമുക്ക് അവരാവുമെന്ന്. എല്ലാവരും വീട്ടിലിരുന്ന് വീട്ടിൽ തന്നെ മരിക്കുന്നവരാ എല്ലാവരും. ആ വീട് വിട്ടുപോയി ഈ വീട് തന്നെ സമാജത്തിൻ്റെ ഒരു അംഗമാണെന്ന് വിചാരിച്ച് ആ സമാജത്തിനോട് ഒരു വിപുല മനോഭാവം വന്ന് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു തോന്നലുള്ളവർ വളരെ ചുരുക്കുക. ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കുക. അപ്പം ഞാൻ സന്യാസത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സന്യാസം എന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വെറുതെ കാവ്യ അങ്ങോട്ട് ഉടുത്തു, തല മൊട്ടയടിച്ചു, ഒരു രുദ്രാക്ഷമാലയോ അല്ലെങ്കിൽ ചന്ദനമാലയോ എന്തെങ്കിലും ഒന്ന് തുളസിമാലയോ കഴുത്തിലിട്ടു, ഒരു ജലപാത്രവും കയ്യിൽ വെച്ചാൽ സന്യാസായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതും ഒരാശ്രമമാണ്. ആ 4ാമത്തെ ആശ്രമത്തിൽ നിന്ന് ഒരു ലക്ഷ്യം നിർവഹിക്കാനുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴാണ്? മനസ്സിലും ബുദ്ധിയിലുമാണ് അത് പ്രവർത്തിക്കേണ്ടതും ആ സിദ്ധി കൈവരിക്കേണ്ടതും എന്ന് പറഞ്ഞ് ശ്രീമദ് ഭാഗവതത്തിൽ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തിനെ പറ്റി കൃഷ്ണൻ നാരദ മഹർഷി വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നിന്ന് 5-6 ശ്ലോകങ്ങളിൽ 2 സംസാരിച്ചു. ആ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നി എല്ലാം അപ്പാന്ന്. അങ്ങനെ ഒന്ന് സംസാരിക്കാൻ എന്താ കാരണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ആ സദസ്സാണ്. അതിൻ്റെ ഒക്കേഷൻ അവസരം പുരുഷോത്തമ സ്വാമിജിയാണ്. പുരുഷോത്തമ സ്വാമിജി പൂർവാശ്രമത്തിൽ ഞങ്ങൾ 2 പേരും സഹോദരന്മാരാണ്. എന്നേക്കാൾ 15 വയസ്സ് പ്രായം കൂടുതലാണ്. അപ്പം ഞാൻ മുതിർന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാൻ ആകുമ്പോഴേക്കും അദ്ദേഹം കൽക്കത്തയിൽ ജോലിയെടുത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹമായിട്ടൊരു ശാരീരികമായ അടുപ്പം എനിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടായില്ല. പിന്നെ ഉണ്ടായത് എപ്പോഴാണ്? ഞാൻ സന്യസിച്ച് മടങ്ങി വന്ന് പുരുഷോത്തമ സ്വാമിജിയും സന്യസിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുന്ന ആ സാധുവും വാനപ്രസ്ഥനും സന്യാസിയുമായി ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പവും സമ്പർക്കവും ഉണ്ടായിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിനെ പറ്റി എന്ത് വേണമെങ്കിലും ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കും. മാത്രമല്ല എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇല്ല, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം അങ്ങനെ സന്യസിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി സ്വല്പമെങ്കിലും പിന്നാക്കം നിന്നില്ല. ഞാനും എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ഇതാണ് ഗൃഹസ്ഥന്മാരുടെ മോഡൽ. സാധാരണ എന്താ? ഭർത്താവ് സന്യസിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ എന്തായാലും പോണു, കുട്ടികൾക്ക് ആരെങ്കിലും വേണ്ടേ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറയുന്നവരാ കൂടുതൽ. എന്നാൽ ഇങ്ങനത്തെ ദൃഷ്ടാന്തങ്ങൾ ഇല്ലേ? നമുക്ക് ഉണ്ട്. എവിടെയാ? മണ്ഡനമിശ്രൻ വിവാഹിതനായിരുന്നു. അദ്ദേഹവും ശങ്കരാചാര്യരും കൂടിയിട്ടാണ് തർക്കം നടന്നത്. അവസാനം തർക്കത്തിലെ തീരുമാനം എന്തായിരുന്നു? വേദാന്തം, അദ്വൈത വേദാന്തം ഞാൻ പറയണത് ശരിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചു, തോറ്റു നിങ്ങളുടെ ഭാഗം എന്നുണ്ടെങ്കിൽ മണ്ഡനമിശ്രൻ സന്യസിക്കണം. അതല്ലെങ്കിലോ ശങ്കരാചാര്യർക്കാണ് പരാജയം എന്ന് വെച്ചാൽ സന്യാസം വിട്ട് ഞാൻ ഗൃഹസ്ഥനായി കളയാമെന്ന. ഇതാരാ അത് തീരുമാനിക്കുക? മണ്ഡനമിശ്രൻ്റെ സഹധർമ്മിണി. അവരെന്ത് ചെയ്തു? അവർക്ക് വീട്ടുകാര്യങ്ങൾ നോക്കണം, 2 പേർക്കും ഭക്ഷണം കൊടുക്കണം, ശങ്കരാചാര്യർക്ക് ഭിക്ഷ കൊടുക്കണം, ഭർത്താവിന് ഊണും കൊടുക്കണം. അപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കണമല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ 2 പേരുടെയും കഴുത്തിൽ ഓരോ മാല ഇടാൻ ഞാൻ തരാം, അത് 2 പേരും ഇട്ടോളൂ. ആര് തോറ്റോ ആ ആളുടെ മാല പാടും അന്ന് പറഞ്ഞ് അദ്ദേഹം അവർ പോയി കാര്യങ്ങളൊക്കെ നോക്കി ഒരു ദിവസം, എല്ലാ ദിവസവും വരുമ്പോൾ ശങ്കരാചാര്യരെ ആചാര്യദേവ ഭിക്ഷയ്ക്ക് വരൂ എന്ന് പറയും, ഭർത്താവിനോട് ഊണ് കഴിക്കണമെന്നും പറയും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം നോക്കിയപ്പോൾ 2 പേരും ഭിക്ഷയ്ക്ക് വരാം എന്ന് പറഞ്ഞു. ഉഭയഭാരതിയാണ് മണ്ഡനമിശ്രൻ്റെ വൈഫ്. ആ ഉഭയഭാരതി പറയാ 2 പേർക്കും ഭിക്ഷയ്ക്ക് വരാമെന്ന്. അപ്പോഴാണ് മണ്ഡനമിശ്രൻ മാല നോക്കിയപ്പോൾ വാടിയിരിക്കണു. അദ്ദേഹം സന്യസിച്ചപ്പോൾ ഉഭയഭാരതിയും സന്യസിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അപ്പം നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെയുള്ള സംസ്കാരം ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി
ദശാബ്ദങ്ങളോളം ഒരുമിച്ച് കഴിഞ്ഞവരെ അതിൽ ഒരാൾക്ക് സന്യസിക്കണം എന്ന് തോന്നിയാൽ ഉടനെ മറ്റാളും അതിൽ പങ്കാളിയാവുന്നത് തന്നെയാണ് സംസ്കാരവും ദാമ്പത്യത്തിൻ്റെ അന്വർത്ഥതയും. ഇതിപ്പോൾ സ്ത്രീക്കാണ് ഇങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ പുരുഷനും അതുപോലെ ആവണം. അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിന് എന്താ അർത്ഥം? ഇങ്ങനെയാണോ ദാമ്പത്യം, അതോ ഇങ്ങനെയോ? എന്താന്നുള്ളത് നിങ്ങൾ തന്നെ പറയും. അപ്പം അന്ന് ഞാൻ സന്യാസത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി, നമ്മുടെ രാജ്യത്തിൻ്റെ വൈഭവത്തെക്കുറിച്ച്, ആ ശാസ്ത്രത്തിൻ്റെ മഹത്വം. കുറേ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞു. ഞാനിത് എന്തിനാ പറഞ്ഞത്? ഒരു പ്രവക്താവിനെ വാചാലനാക്കി തീർക്കുന്നത് മുമ്പിലിരിക്കുന്ന ജിജ്ഞാസുവാണ്. അത് ഒരാളാവട്ടെ ഒരു സദസ്സാകട്ടെ, ആ സദസ്സിൻ്റെ മനോവൃത്തികളും അഭിലാഷവും ജിജ്ഞാസയും അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് എത്രയോ അതിൻ്റെ മാത്രയും മട്ടുമൊക്കെയാണ് ഒരു പ്രവക്താവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലാണ്ട് പ്രവക്താവിൻ്റെ മിടുക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മേഘം മഴ പെയ്യുന്നത് പോലെയാണ്, അതങ്ങോട്ട് വർഷിച്ചങ്ങോട്ട് വരണം. അപ്പം അവിടെ ചെന്നപ്പോൾ സംസാരിച്ചത്, ഞാൻ 60 കൊല്ലമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു സംസാരം ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാനിവിടെ വന്ന് ചിലരോട് പറയുണ്ടായി. ഇത് എന്തിനാ ഞാനിവിടെ പറയണത്? വസിഷ്ഠൻ്റെ വാക്കുകൾ ഈ ഒരു ശ്ലോകമുണ്ടല്ലോ, ഞാൻ ജംഷഡ്പൂരിലാണെന്ന് തോന്നുന്നു, ആദ്യത്തെ ജ്ഞാനയജ്ഞം 1950കളിലോ മറ്റും തുടങ്ങിയതാണ്. അവിടെ വച്ച് ആദ്യത്തെ ജ്ഞാനയജ്ഞത്തിൽ തന്നെ ഞാൻ ഈ ശ്ലോകം പറയുണ്ടായി. ഏത് ശ്ലോകം? സുന്ദര്യാ നിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ ന നാമക്രിയയാന്യയാ. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ വസിഷ്ഠൻ പറയുകയാണ്, നോക്കൂ, നിർത്തിയില്ല അവിടെ. യസ്യോജ്വലതി തീക്ഷ്ണാഗ്ര പൂർവാപരവിചാരിണി പ്രജ്ഞാ ദീപശിഖാ ജാതു ജാഡ്യാന്ധ്യം തം ന ബാധതേ. യസ്യോജ്വലതി തീക്ഷ്ണാഗ്ര പൂർവാപരവിചാരിണി പ്രജ്ഞാ ദീപശിഖാ ജാതു. ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെയുള്ള പദങ്ങളും സാദൃശ്യങ്ങളും ഉപമകളും അലങ്കാരങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ പ്രവക്താക്കളുടെ മനസ്സിൽ വരുന്നത്? ആരുടെ മനസ്സിലാണോ യസ്യ ഉജ്ജ്വലതി, ഉജ്ജ്വലമായി പ്രകാശിക്കുന്നത്, ഉജ്ജ്വലമാകുന്നത്, തീക്ഷ്ണാഗ്ര. തീക്ഷ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല മൂർത്തുള്ളത്, വജ്രം പോലെയുള്ളത്. തീക്ഷ്ണാഗ്ര പൂർവാപരവിചാരിണി പ്രജ്ഞാ ദീപശിഖ. ദീപശിഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പന്തം. ആ പന്തം നല്ല പോലെ കത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയാ കത്തുക? അങ്ങനെ നീളത്തിൽ ഉയർന്ന് കത്തി ഇങ്ങനെ അങ്ങോട്ട് കൂടിപ്പോവും. അപ്പോൾ തീക്ഷ്ണമായിരിക്കുന്ന ആ അറ്റത്ത് നല്ല പ്രകാശത്തോടു കൂടിയിരിക്കണം. നല്ല പ്രകാശം, നീല നിറമല്ല, നല്ല വെളുപ്പ് തന്നെയെന്ന് വയ്ക്കുക. അങ്ങനെ വെള്ളവെളേന്നിങ്ങനെ കത്തുന്നുണ്ടല്ലോ പ്രജ്ഞാദീപശിഖ. നമ്മുടെ ഉള്ളിലുള്ള ആ വിവേകം, വിശേഷ ബുദ്ധി. പൂർവാപരവിചാരിണി. പൂർവം അപരം. ഇപ്പം ഞാൻ വർത്തമാന നിമേഷം തു എന്ന് പറഞ്ഞിട്ട് ആ വർത്തമാനം നൈമിഷികമാണ് എന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കിയല്ലോ, അത് മനസ്സിലാക്കിയില്ലേ നിങ്ങൾ? ആ മനസ്സിലാക്കുന്നത് പോലെ പൂർവം അപരം. മുൻപിലെന്ത്, പിന്നിലെന്ത്? മുൻപിലുള്ളത് കാരണം, പിന്നിലുള്ളത് കാര്യം. അപ്പം കാര്യം കണ്ടാൽ കാരണം അന്വേഷിക്കണം, കാരണം കണ്ട പരിണത രൂപമോ പരിണത ഫലമോ ആയ കാര്യം. ഇങ്ങനെ വരായ മുൻപ് പിന്നെ ഉള്ളുപുറം ഇങ്ങനെ എല്ലാം കൂടി ബന്ധിപ്പിച്ച് കൊണ്ടുവരുന്ന പ്രജ്ഞ, ആ വിശേഷ ബുദ്ധി, വിവേകം, അതൊരു ദീപശിഖ പോലെ തീക്ഷ്ണാഗ്രമായി ആരുടെ ഉള്ളിലാണോ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആൾക്ക് ജാഡ്യാന്ധ്യം തം ന ബാധതേ. ആ ആൾക്ക് ജാഡ്യം ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. ജാഡ്യം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മന്ദത. വേണ്ട സമയത്ത് വേണ്ടത് ചിന്തിക്കാതെ, ആലോചിക്കാതെ, ഗുണദോഷങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി അങ്ങോട്ട് ചാടുക എന്നുള്ളൊരു നില വരരുത് എന്ന്. ഇപ്പം ഞാൻ വിചാരസേതുവിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ ശിഖിധ്വജൻ ചൂടാലയുടെ. ആ ശിഖിധ്വജൻ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് രാജധാനിയിൽ നിന്ന് വന്ന് കഠിന വ്രതവുമായിട്ട് തപശ്ചര്യയായിട്ട് കഴിയണത്. അതുകൊണ്ടൊന്നും ഉൾബുദ്ധത വരണമില്ല. അപ്പം ആർക്കാണ് ഈ ജാഡ്യം? ഈ വിചാരം ഉജ്ജ്വലമാകാത്തവർക്കാ.
നമ്മുടെ മനസ്സിനാണ് ഈ മൗഢ്യവും മന്ദതയും. അത് തീരണം എന്നുണ്ടെങ്കിൽ ഈ വിചാരം എന്ന് പറയുന്നത് ദീപശിഖ പോലെ നമ്മുടെ ഉള്ളിൽ തീക്ഷ്ണാഗ്രമായി കത്തിക്കൊണ്ടിരിക്കണം. എവിടെ പോയി കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യസ്യോജ്വലതി തീക്ഷ്ണാഗ്ര പൂർവാപര വിചാരിണി പ്രജ്ഞാദീപശിഖാ ജാതു ജാഡ്യാന്ധ്യം തം ന ബാധതേ. ഇത് ഞാൻ എന്തോട് ബന്ധപ്പെടുത്തി പറയുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ജനക മഹാരാജാവിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്, കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ആ ഒരു ശ്ലോകത്തോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് മുഴുവൻ പറയുന്നത്. എന്തിനാണ് ഇവിടെ ജനകനെ ഉദാഹരിക്കുന്നത്? ആ ജനകൻ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ത്? എന്നിട്ട് ജനകൻ സ്വയം പറയുന്നതാണ്, ഞാൻ ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി വസിഷ്ഠൻ വിവരിക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് പ്രാവർത്തികമാണ് എന്ന് നമുക്ക് തോന്നുക. നിങ്ങളൊക്കെ അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസാശ്രമം. 4 ആശ്രമം എന്നാണ് പേര്. ബ്രഹ്മചര്യമാശ്രമമാണ്, ഗാർഹസ്ഥ്യമാശ്രമമാണ്, വാനപ്രസ്ഥവുമാശ്രമമാണ്. ആ ആശ്രമങ്ങളൊക്കെ എടുത്തങ്ങോട്ട് കളഞ്ഞു. ആശ്രമം എന്ന് പറഞ്ഞാൽ സന്യാസം. അപ്പോൾ ഈ സന്യാസാശ്രമത്തിൽ മാത്രമേ അധ്യാത്മമുള്ളൂ. സന്യസിക്കാൻ പറ്റിയില്ലെങ്കിൽ അധ്യാത്മമില്ല എന്നൊരു ധാരണയാണ് ഇന്നും ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കിവിടെ. അതൊന്ന് മാറ്റൂ. ഈ അധ്യാത്മം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ സമ്പുഷ്ടമാക്കാൻ, കാര്യക്ഷമമാക്കാൻ, കുശലമാക്കാൻ, കർമ്മവ്യഗ്രമാക്കാൻ, വിജയശ്രീലാളിതമാക്കാൻ, ഏത് പ്രവർത്തന മണ്ഡലത്തിലും മനസ്സും ബുദ്ധിയും ഗുണഭൂയിഷ്ടമാകുമ്പോൾ ആ പ്രവർത്തന മണ്ഡലം ശോഭിക്കാതെ വയ്യ. മനസ്സിനെയും ബുദ്ധിയെയും അതിതീക്ഷ്ണമാക്കി തീർക്കുന്നതാണ് അധ്യാത്മം. ബുദ്ധി എപ്പോഴാണ് വികസിക്കുക? സൂക്ഷ്മ വസ്തുക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. മനസ്സ് എപ്പോഴാണ് നന്നാവുക? ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സ്മരിച്ച് അനുസന്ധാനം ചെയ്യുമ്പോഴാണ് മനസ്സിന് വികാസം വരിക. കടുക് നോക്കിക്കൊണ്ടിരുന്ന കടുക് പോലെയാവും മനസ്സ്. നേരെ മറിച്ച് പർവ്വതത്തിന് നോക്കിയാൽ ഉത്തുംഗമാകും, ആകാശത്തെ നോക്കിയാൽ വികസിതമായി തീരും. സൂര്യനെയും ചന്ദ്രനെയും നോക്കിയാൽ അതുപോലെ ഉജ്ജ്വലമാവും, ശോഭനമാവും. അപ്പം നമുക്ക് ആ വികാസം വരണമെങ്കിൽ, ഉൾവ്യക്തിത്വത്തിന് വികാസം വരണമെങ്കിൽ ഈ ശാസ്ത്രകാര്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് ഈ വികാസത്തിൻ്റെ പന്ഥാവ് തുറന്നു തരികയാണ്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ 2 ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ചിലരൊക്കെ ഇത് എഴുതിയെടുക്കുന്നവരും എല്ലാവരും ഉണ്ട്. നാൾ പറയണ കേട്ടു, സ്വാമിജി ശ്ലോകത്തിൻ്റെ നമ്പർ പെട്ടെന്ന് കാണിച്ചെടുക്കുകയാണ്, ഞങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സമയമില്ല എന്ന്. അവർക്ക് എഴുതിയെടുക്കാൻ പറ്റിയ തരത്തിൽ അത്രയും സമയം അവിടെ പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ നനാമക്രിയയാന്യയാ യസ്യോജ്വലതി തീക്ഷ്ണാഗ്ര പൂർവാപര വിചാരിണി പ്രജ്ഞാദീപശിഖാ ജാതു ജാഡ്യാന്ധ്യം തം ന ബാധതേ. പ്രജ്ഞാദീപശിഖാ ജാതു. ആ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ തറയ്ക്കട്ടെ. പ്രജ്ഞ എന്ന് പറയുന്നത് ദീപശിഖ പോലെ. യസ്യോജ്വലതി, ആരുടെ ഉള്ളിലാണോ ഉജ്ജ്വലിക്കുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള ജാഡ്യവും ഉണ്ടാവില്ല. ഇന്നാള് ഒരമ്മ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് ആശ്രമത്തിൽ വന്നു. അവൾ 10ാം ക്ലാസ്സിലോ മറ്റും പഠിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, മോളെ കുട്ടി എന്താ അവിടെ വന്നേ? അമ്മ കൂട്ടിക്കൊണ്ട് വന്നതോ അതോ കുട്ടിക്ക് ഇഷ്ടമായിട്ട് വന്നതോ? അല്ല, എനിക്കിഷ്ടമായിട്ട് വന്നതാ, ഞാനും മുക്തി സുധാകരൻ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോയി അവർ ടെലിഫോൺ ചെയ്തു. അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയാം. അവിടെ സാധാരണ ഇംഗ്ലീഷിലാണല്ലോ സത്സംഗത്തിൽ സംസാരിക്കുക. വളരെ അപൂർവമായിട്ടേ കൂടുതൽ കേരളീയരുണ്ടെങ്കിൽ മലയാളം അറിയുന്നവർ മാത്രമാകുമ്പോൾ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ചും ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അമ്മ ടെലിഫോൺ ചെയ്തിട്ട് പറയുക, അവൾ ഇനിയും വരണമെന്ന് പറയണു ആശ്രമത്തിലേക്ക്, കേൾക്കണം എന്നുണ്ടത്രേ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ അധ്യാത്മം മുഴുവനും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ സമ്പുഷ്ടവും ആരോഗ്യപൂർണവും കാര്യകർമ്മ കുശലവും ആക്കാനാണ്. അതാണ് അധ്യാത്മത്തിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വേണ്ടതല്ലേ?
അപ്പം നിങ്ങളിതിന് സന്യാസം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം കൊടുത്ത് അവരുടെ കുത്തകയാക്കി നിർത്തരുതപ്പാ. അത് പാടില്ല. ആ തെറ്റിദ്ധാരണ മാറ്റി കുട്ടികൾക്കടക്കം ഇത് അംഗീകരിക്കണം, സ്വീകരിക്കണം, ഇത് അനുധാവനം ചെയ്യണം എന്ന് തോന്നണം. കുറേ കുട്ടികളെ ഞാൻ മടിയന്മാരല്ലാതെ ആക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എപ്പോൾ നോക്കിയാലും എയർ കണ്ടീഷൻ റൂമിൽ കോസരിയിൽ കിടന്നേ അവൻ പഠിക്കുള്ളൂ. 12ാമത്തെ ക്ലാസ്സിൽ പാസ്സാവണമെന്ന് വിചാരിച്ചു, സയൻസാണ് എടുത്തിരിക്കണത്, പറ്റില്ല എന്ന് കണ്ട് അച്ഛനമ്മമാർ, എനിക്ക് അറിയുന്ന കുട്ടിയാണവൻ, നമ്മുടെ ശിഷ്യന്മാരുടെ കുട്ടിയാണ്. എന്ത് ചെയ്തു? പറഞ്ഞു അവനോട്, ഇത് പറ്റില്ല എന്ന്. 7 മണിക്ക് എണീക്കണ കുട്ടിയെ കുറേശ്ശെ 15 മിനിറ്റ് അലാറം വെച്ച് നേരത്തെ എണീറ്റ് എന്നെ വിളിക്കണം ഡൽഹിയിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? വിളിച്ച് അവൻ നേരത്തെ എണീറ്റ് 6-6:30 എണീക്കാൻ തുടങ്ങി. പാസ്സായി. മദ്രാസിൽ നല്ല അച്ചടക്കമുള്ള ഒരു കോളേജിൽ വന്ന് പഠിച്ച് ഇപ്പം അവൻ IT ഫീൽഡിലാണ്. ന്യൂസിലൻഡിലേക്കോ മറ്റും 2 തവണ പോയി കഴിഞ്ഞു. അധ്യാത്മത്തിനും ഗുണമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയും. അച്ഛനമ്മമാർക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് ഈ ഭൂമാനന്ദ സ്വാമി ആ കുട്ടിക്കും അവർക്കും ചെയ്തു കൊടുത്തത്. അപ്പം ഞങ്ങളുടെ അധ്യാത്മം മുഴുവനും സന്യാസത്തിൽ ഒതുങ്ങി നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യന് വളർച്ച വേണമെന്നുണ്ടോ? ഞങ്ങളവിടെയുണ്ട്. ആരായാലും ശരി, ഏത് തുറയിൽ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നവനായാലും ശരി, എല്ലാവരുടെ ഉള്ളിലും ഈ പ്രജ്ഞാദീപശിഖ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കണം എന്നാണ് വസിഷ്ഠൻ പറയുന്നത്. ഇത് ജ്വലിക്കേണ്ടത് എവിടെയാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനോമണ്ഡലത്തിലോ ബുദ്ധിമണ്ഡലത്തിലോ ആണ് ജ്വലിക്കേണ്ടത്. എന്ത് ജ്വലിക്കണം? പ്രജ്ഞ എന്ന് പറയുന്ന ദീപശിഖ. ഈ പ്രജ്ഞ എന്നുള്ള വാക്ക് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പ്രജ്ഞയ്ക്ക് കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ആ ഗ്രഹണത്തെ മനസ്സിൽ സ്വാധീനത്തോടുകൂടി വിനിയോഗിക്കാനോ പ്രയോഗിക്കാനോ സാധിക്കുന്ന ഉപരി ഉപകരണമാണ് ഈ പ്രജ്ഞ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉൾവ്യക്തിത്വത്തിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. എന്ത് പ്രധാനമല്ല, എല്ലാം കൂടി 3 ഘടകങ്ങളാണ്. മനനം ചെയ്യുന്ന മനസ്സ്, ആലോചിക്കുന്ന ബുദ്ധി, വിചാരം ചെയ്യുന്ന ബുദ്ധി, ഇതെല്ലാറ്റിനെയും ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് ഗ്രഹിക്കുന്നതായ അഹങ്കാരം. ഇങ്ങനെ 3 എണ്ണമാണ്. അതിൽ മനസ്സിലും ബുദ്ധിയിലുമാണ് നമുക്ക് പരിഷ്കാരങ്ങളും പവിത്രതയും സൂക്ഷ്മതയും ഉദാത്തതയും വികാസം എല്ലാം വരുത്തേണ്ടത്. മനസ്സിലാണ് ഈ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട ആ ഘടകം മനസ്സാണ്. അതിൽ വരുത്തേണ്ട പരിഷ്കാരവും പവിത്രതയും എല്ലാം ബുദ്ധി മൂലം വേണം വരുത്താൻ. അപ്പോൾ ബുദ്ധിക്ക് സംസ്കൃതത്തിൽ നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയും. ഓരോന്നിനെയും കുറിച്ച് ആലോചിച്ച് നോക്കി നിശ്ചയങ്ങളെടുത്ത് വേണ്ടതുപോലെ മനസ്സിന് പ്രേരണയോ ആവേശമോ നയനിർദ്ദേശങ്ങളോ നൽകേണ്ടതാണ് ഈ ബുദ്ധി. അപ്പോൾ ഈ പ്രജ്ഞ എന്നുള്ള വാക്കിന് ഒരു നിലയ്ക്ക് വിശേഷ ബുദ്ധി എന്ന് പറയാം. എല്ലാ കാര്യങ്ങളെയും അപഗ്രഥിച്ച് വിശകലനം ചെയ്ത് ഗുണദോഷങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി അത് സ്വീകാര്യമോ തിരസ്കാര്യമോ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് ബുദ്ധിയാണ്. ആ നിശ്ചയം നടപ്പിലാക്കണം ആര്? മനസ്സും ഇന്ദ്രിയങ്ങളും. ഇങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നില. അതിലിപ്പോൾ പറഞ്ഞത് എന്താ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ പ്രജ്ഞ ദീപശിഖയെപ്പോലെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നാൽ ജാഡ്യാന്ത്യം ന ബാധ്യതയെന്ന് പറഞ്ഞാൽ നിർത്തിയത്. ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ വേണ്ടതുപോലെ ഉണരാതെയും അതിനനുസരിച്ച് പ്രവർത്തിക്കാതെയും ഇരിക്കുന്ന ഒരു മന്ദത. അതൊരിക്കലും വരരുതെന്ന്. ഈ പ്രജ്ഞയുടെ മാന്ദ്യമുണ്ടല്ലോ, അത് വിശേഷപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. വസിഷ്ഠൻ പറയാണ്, സീമാന്തം സർവദുഃഖാനാം ആപദാം കോശമുത്തമം ബീജം സംസാരവൃക്ഷാണാം പ്രജ്ഞാമാന്ദ്യം വിനാശയേത്. എത്ര വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണതെന്നറിയോ? മനുഷ്യ വ്യക്തിത്വത്തെ അപഗ്രഥിച്ച് ആ അപഗ്രഥത്തിൻ്റെ അവസാനത്തിൽ ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ് ഈ ശ്ലോകം. ഈ പ്രജ്ഞയുടെ മന്ദത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പല കുട്ടികളുമുണ്ട്, എല്ലാവരെയും ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും കണ്ണുണ്ട്, ബോർഡിൽ എഴുതുന്നത് കാണാൻ, പറയുന്നത് കേൾക്കാൻ ചെവിയുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഒരു കുറവില്ല, ഉണ്ടെങ്കിൽ കണ്ണാട വയ്ക്കാം. ചെവിക്കും ഒരു കോട്ടമില്ല. അപ്പം അധ്യാപകൻ ഒന്ന്, പറയുന്നതും പഠിപ്പിക്കുന്നതും ഒന്ന്, കേൾക്കുന്ന കുട്ടികൾക്ക് ചെവിയും കണ്ണും ഒരുപോലെ. എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ എഴുതി പാസ്സാവാറില്ലല്ലോ. അല്ല, മിടുക്കന്മാരാവാറില്ലല്ലോ മിടുക്കത്തികളും. എന്താ കാരണം? ശരീരത്തിൻ്റെ കുറവാണോ?
കാതിൻ്റെ കുറവാണോ? കണ്ണിൻ്റെ കുറവാണോ? ഒന്നുമല്ല. അപ്പം ഈ ശരീരം എന്ന് പറയുന്ന സ്ഥൂല വ്യക്തിത്വം കൂടാതെ മനുഷ്യൻ്റെ ആന്തരമായ സൂക്ഷ്മ വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇത് രണ്ടിലുമുള്ള വ്യത്യാസമാണത്. സംവേദനത്തിൻ്റെ കുറവ്, ആ സംവേദനത്തെ തുടർന്ന് വേണ്ടതുപോലെ ആലോചിച്ച് നോക്കി ചെയ്യണം എന്ന് തോന്നുന്നത് നിർബന്ധപൂർവം ചെയ്യുക, പാടില്ലാത്തത് ഒഴിവാക്കുക. എല്ലാവരും ഓടാൻ തുടങ്ങി, നല്ലോണം ഓടി അവിടെ എത്തണം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ടാവും, അത്ര തന്നെ ഉത്സാഹിക്കാത്തവർ ചിലരുണ്ടാവും, ചിലർക്ക് ഉത്സാഹിച്ചാലും എത്താത്തവരും ഉണ്ടാവും. അങ്ങനെ പലതരത്തിലാണ് ആൾക്കാർ. ഈ വ്യത്യാസം ശരീരം കൊണ്ട് വരുന്നതല്ല. ശരീര ദൗർബല്യം കൊണ്ട് പ്രയത്നിക്കാതെ ഇരിക്കുന്നവർ വളരെ ചുരുക്കം. ഈ മന്ദത ഉള്ളിലുള്ളതാണ്. അതിൽ ഈ പ്രജ്ഞ മന്ദീഭവിച്ചാൽ എന്താണ് വരിക എന്നാണ് ചോദിക്കുന്നത്. സർവ്വ അനർത്ഥങ്ങളും അത് വരുത്തുന്നതാണ്. സാധാരണ നമ്മൾ ബുദ്ധിമാന്ദ്യം എന്ന് പറയും. അത് ഒരു തരത്തിലുള്ള രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനെ രോഗമായി പറയുന്നില്ല. നമ്മുടെ ബുദ്ധിയെ വേണ്ടതുപോലെ ഉപയോഗിച്ച് അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാം ഉണ്ടോ ആ സാധ്യതകൾ മുഴുവൻ നമ്മൾ നേടിയെടുക്കണം. ഇപ്പം ഞാൻ ഇത്രയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ മനസ്സ് ഈ ലോകത്തേക്കാൾ വലുതാണെന്ന്? ലോകത്തേക്കാൾ വലുതാണ്. വിശ്വത്തെ അതിശയിക്കുന്നതാണ് മനസ്സ്. എന്താ കാരണം? വിശ്വത്തിൻ്റെ പതിപ്പ് മുഴുവൻ മനസ്സിലുണ്ടാക്കണു. ചിലരൊക്കെ ഇവിടെ ആശ്രമത്തിൽ വരുമ്പോൾ പറയുക, സ്വാമിജി ഇത് എത്ര തവണയാണ് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിൻ്റെ വ്യാപ്തി, മനസ്സിൻ്റെ ഗാഠത, മനസ്സിൻ്റെ ഉത്തുംഗത, മനസ്സിൻ്റെ ബൃഹത്വം ഇതൊക്കെ മനസ്സിലാവുന്നത് ഇപ്പോഴാണെന്ന് പറയുന്നു. അപ്പം ആലോചിക്കുക, മനസ്സിനും ബുദ്ധിക്കും വലിയ സാധ്യതകളും സംഭാവ്യതകളും ഉണ്ട് എന്ന് അറിയാതെ ഇരിക്കുന്നവരുണ്ടല്ലോ. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കി പിന്തുടരാത്തവരുമുണ്ട്. അതിനെയാണ് ഇവിടെ പറയണത് പ്രജ്ഞാമാന്ദ്യം എന്ന്. വിവേകത്തിൻ്റെ മന്ദത, വിവേകമില്ലായല്ല. ചിലരെന്നോട് പറയാ, സ്വാമിജി പറയണത് നല്ല പോലെ മനസ്സിലായി, ശരിയാണെന്ന് തോന്നുന്നു, എനിക്ക് വേണമെന്ന് തോന്നുന്നു, ഇതെങ്ങനെയാ പ്രായോഗികമായി നടപടിയിൽ കൊണ്ടുവരിക എന്ന് ചോദിക്കുന്നു. ഇത്ര ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് പറയണത് ശരിയാണെന്ന് തോന്നി, വാസ്തവമാണ്, അഭികാമ്യമാണ് എന്ന് തോന്നി, പ്രായോഗികവുമാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതൊരു പ്രാവർത്തിക ഘടകമാക്കി തീർക്കാൻ ഞാൻ എന്ത് വേണമെന്നാണ് ചോദിക്കണേ. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് പറയും. ഒരു ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് കഴിക്കില്ല, വലിച്ചെറിയും, കുഴിച്ചു മൂടും. അറിഞ്ഞ ഉടനെ അത് വേണ്ടാന്ന് വെക്കൽ കഴിഞ്ഞു, കുഴിച്ചു മൂടലും കഴിഞ്ഞു. അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ബുദ്ധിയും മനസ്സും പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെയല്ലേ ഈ ലോകത്തെ വിശകലനം ചെയ്ത് ഇത് നശ്വരമാണ്, നശിക്കുന്നതാണ്, ഇത് ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ അപഹരിക്കും, അതുകൊണ്ട് മിതമായി അനുഭവിക്കൂ, നിങ്ങൾക്ക് വേണ്ട സുഖം മുഴുവൻ മനസ്സിൽ നിന്ന് കിട്ടട്ടെ, ബുദ്ധിയിൽ നിന്ന് കിട്ടട്ടെ എന്ന് പറയുമ്പോൾ അതും ഈ വിഷദ്രവ്യം എങ്ങനെ നിങ്ങൾ വർജിക്കുന്നുവോ ഇത് അതേപോലെ നിങ്ങൾ മറുഭാഗത്ത് സ്വീകരിക്കും വേണം. ഈ വാക്കുകളെ സ്വീകരിച്ച് എല്ലാറ്റിൽ നിന്നും അകന്നു നിൽക്കാൻ പറ്റണം. അത് പറ്റാത്തതാണ് ഈ പ്രജ്ഞാമാന്ദ്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രജ്ഞ മന്ദമല്ല, അത് ഉജ്ജ്വലമാണെങ്കിൽ കേട്ടത് അതേപടിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ പറയാണ്, സീമാന്തം സർവദുഃഖാനാം ആപദാം കോശമുത്തമം ബീജം സംസാരവൃക്ഷാണാം പ്രജ്ഞാമാന്ദ്യം വിനാശയേത്. രാമ, ഈ പ്രജ്ഞയുടെ മന്ദഭാവമുണ്ടല്ലോ അതിനെ നശിപ്പിക്കണം എന്നാ പറയണേ. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മാന്ദ്യം ആർക്കൊക്കെയുണ്ടോ അത് മുഴുവനും നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന് പ്രയത്നം ചെയ്യണം എന്നാണ്. അത് ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു പ്രയത്നം നമുക്ക് വേണം. ഈ പ്രജ്ഞാമാന്ദ്യം എത്ര അനർത്ഥത്തിന് കാരണമാണ് എന്നുള്ളതിന് പറയുക. സീമാന്തം സർവദുഃഖാനാം. നമ്മുടെ മനസ്സിലാണല്ലോ ദുഃഖം. ആ ദുഃഖം രചിക്കുന്നത് മനസ്സാണ്. എപ്പോൾ മനസ്സ് ദുഃഖം രചിക്കുന്നുവോ മനസ്സിലാക്കിക്കോളൂ, വിശേഷബുദ്ധി ഇല്ലാത്തത് കൊണ്ടും അതിൻ്റെ പ്രയോഗമില്ലാത്തത് കൊണ്ടാണ്. അർജുനൻ ചുട്ടുനീർന്നു എന്നാ പറയണേ പടക്കളത്തിൽ വന്ന്. ബാക്കിയുള്ള പടയാളികളൊക്കെ അവർക്ക് കൈ ചൊറിയാണ് അമ്പും വില്ലും വിടാൻ, ഉത്സാഹത്തിമിർപ്പോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അർജുനൻ പറയണു എനിക്ക് ദേഹം മുഴുവൻ ചുട്ടുനീർന്നു. അപ്പം അർജുനന് മാത്രം ആ യുദ്ധക്കളം, ആ പടക്കളം ദുഃഖമുണ്ടാക്കണമെങ്കിൽ അതിന് കാരണം പടക്കളമോ അതോ തൻ്റെ മനസ്സോ? സീമാന്തം സർവദുഃഖാനാം. എന്തിനെ ചൊല്ലിയും നമ്മുടെ മനസ്സ് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് കാരണം മനസ്സിൻ്റെ കണക്ക് കൂട്ടലാണ്. അപ്പം മനസ്സാണ് സർവ്വ ദുഃഖങ്ങൾക്കും അങ്ങേ
അറ്റത്തിൽ അതിർത്തി വരെയുള്ള ദുഃഖകാരണം മനസ്സാണ്. ആപദാം കോശമുത്തമം, സർവ്വവിധത്തിലുള്ള ആപത്തുകളും അപകടങ്ങളും ദുരന്തങ്ങളും മനസ്സ് വരുത്തി തീർക്കുന്നതാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഇല്ലാത്തൊരു പൊന്മാനെ കണ്ട് മോഹിച്ചതിൻ്റെ പേരിലല്ലേ ജാനകിയും രാമനും എല്ലാവരും അബദ്ധത്തിലായത്. സർവ്വ ആപത്തുകൾക്കും കാരണം ഈ പ്രജ്ഞയുടെ മന്ദഭാവമാണ്. ബീജം സംസാര വൃക്ഷാണാം, എന്താ അതിനർത്ഥം? ഈ സംസാരം എന്ന് പറയുന്ന ഒരു വൃക്ഷം, അതിങ്ങനെ തുടർച്ചയായിട്ട് നീണ്ടുപോവുക. അതിനുള്ള വിത്ത് ഈ പ്രജ്ഞാമാന്ദ്യ. ഈ ലോകമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷേ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു പോയി ഗ്രഹിക്കണു ലോകത്തെ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോകം ഇന്ദ്രിയഗ്രഹണമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് മനസ്സുകൊണ്ടാണ്. അപ്പം നമ്മുടെ ലോകം മനഃസൃഷ്ടമാണ്, മനോജന്യമാണ്. ഈ സംസാരത്തിൽ എന്തെല്ലാം ഉണ്ടോ, മാറി മാറി ജനിക്കേണ്ടി വന്നാൽ ജനിക്കണു, വളരണു, പല വിധത്തിലുള്ള സമ്പർക്കം നടത്തണു, അതിൽ നിന്ന് അർത്ഥവും അനർത്ഥവും ഇഷ്ടവും അനിഷ്ടവും നല്ലതും ചീത്തയും സുഖവും ദുഃഖവുമായി ധാരാളം ഉണ്ടാവണു. ഇതിനെ എല്ലാറ്റിനും കാരണം നമ്മുടെ മനസ്സും പ്രജ്ഞാമാന്ദ്യവുമാണ്. ബീജം സംസാരവൃക്ഷാണാം, ഈ മൂന്നിനും കാരണമായത് എന്തൊക്കെയാ? മൂന്ന്. എല്ലാ ദുഃഖങ്ങൾക്കും വിളനിലമാണ്, സർവ്വ ആപത്തുകൾക്കും കോശമാണ്, സംസാര വൃക്ഷങ്ങൾക്ക് തന്നെ ബീജമാണിത്. അങ്ങനെയുള്ള ഈ പ്രജ്ഞാമാന്ദ്യത്തെ തെരഞ്ഞെടുത്ത് നശിപ്പിക്കണം, തെരഞ്ഞെടുത്ത് ഇല്ലാതെയാക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തു വേണം? വസിഷ്ഠൻ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, യേവ യത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഃ സയേവ യത്ന കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. ഇത് എത്രയോ കൊല്ലങ്ങൾ മുൻപ് ഞാൻ വായിച്ചതാ, അനവധി സ്ഥലത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു മാനദണ്ഡമായി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അധികാരികൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഭാരതത്തിൻ്റെ മൂല്യം, ഭാരതത്തിൻ്റെ മാനദണ്ഡം, ഭാരതത്തിൻ്റെ ആദർശം. യേവ യത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഃ, ജനങ്ങളാൽ, ബാഹ്യ അർത്ഥ ഉപാർജനേ, ബാഹ്യവസ്തുക്കൾ ശേഖരിക്കാനും അത് സംബന്ധിച്ച അറിവ് നേടാനും. യേവ യത്ന ക്രിയതേ, എന്ത് യത്നമാണോ പരിശ്രമമാണോ ജനങ്ങളാൽ ചെയ്യപ്പെടുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കണു, കിൻഡർ ഗാർട്ടൻ മുതൽക്കുള്ള പഠിപ്പ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഡേ സ്കൂളുണ്ട്, പലതും ഉണ്ട് നമുക്ക്. അവിടെ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? ബാഹ്യവസ്തുക്കളെ കുറിച്ചാണ്. കണക്ക് പഠിപ്പിച്ചു, അക്ഷരം പഠിപ്പിച്ചു, ചിത്രം പഠിപ്പിച്ചു, കാക്ക, പൂച്ച, തത്ത, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്. ബാഹ്യ അർത്ഥ ഉപാർജനേ ജനൈഃ, അത് കഴിഞ്ഞ് പണം സമ്പാദിക്കാനും വസ്തുക്കൾ ശേഖരിക്കാനും എല്ലാമായി എത്ര പ്രയത്നം നമ്മൾ ചെയ്യുന്നുണ്ടോ, ആ പ്രയത്നം സഫലമായി വസ്തുക്കൾ കിട്ടിയാൽ പിന്നെ വേണ്ടതുപോലെ ജീവിച്ച് സുഖമാവണമല്ലോ. ആ സുഖം എവിടുന്നാണ് കിട്ടുക? മനസ്സിൽ നിന്നാണ് കിട്ടുക. എല്ലാം ഉണ്ടായ മനസ്സിനും സുഖമുണ്ടായിക്കൊള്ളണമെന്നില്ല. കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞാലും പരമസുഖത്തോടു കൂടി ജീവിക്കുന്നവരുണ്ടാവും. അപ്പം ബാഹ്യവസ്തുക്കൾ സംഭരിക്കാനും ശേഖരിക്കാനുമായി എത്ര കഠിന പ്രയത്നം ജനങ്ങൾ ചെയ്യുന്നുണ്ടോ, ആ പ്രയത്നം വസിഷ്ഠ മഹർഷി പറയണു രാമനോട്, സയേവ യത്ന കർത്തവ്യ, അതേ യത്നം ആദ്യമായിട്ട് ചെയ്യണം. എന്തിനു വേണ്ടി? പൂർവം, മുൻകൂട്ടി തന്നെ. പ്രജ്ഞാവിവർദ്ധയേ, നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിയും പ്രജ്ഞയും ഉണ്ടല്ലോ, അതിനെ വർദ്ധിപ്പിച്ച്, അതിനെ ആക്കം കൂട്ടി, അതിന് മിഴിവ് കൂട്ടി, അത് വളരെ ശക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു നില നമ്മൾ സമ്പാദിക്കണം. ഇവിടെയാണ് ഈ മോറൽ ഇൻസ്ട്രക്ഷൻ, എത്തിക്കൽ ഇൻസ്ട്രക്ഷൻ, സ്പിരിച്വൽ വാല്യൂസ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുട്ടികളെ എന്ത് പഠിച്ചും എത്ര കേമന്മാരായിട്ടും കാര്യമില്ല. പഠിപ്പൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ അവിടെ ശമ്പളത്തിൽ ഒതുങ്ങാതെ കിമ്പളം മേടിക്കും. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? താൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് 10 റുപ്യെങ്കിൽ 10 റുപ്യ, വില കുറച്ച് സാധനങ്ങൾ കിട്ടാനല്ലേ നോക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയും, എക്കോണമി ഓഫ് എഫേർട്ട്, എക്കോണമി ഇൻ എക്സ്പെൻഡിച്ചർ ആൻഡ് എക്കോണമി ഇൻ ടൈം. ചുരുങ്ങിയ സമയത്തിൽ ഒരു പ്രവൃത്തി നന്നായി ചെയ്യാൻ നമ്മൾ നോക്കണം. ചെലവ് ചുരുക്കണം, കാര്യങ്ങൾ നന്നാക്കി തീർക്കണം. ചെലവ് ചുരുക്കണം, സമയം ചുരുക്കണം, പ്രയത്നം ചുരുക്കണം. ഇതെല്ലാം ചെയ്യുന്നതാവണം നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഒരു ശിഷ്യനുണ്ട് ജംഷഡ്പൂരിൽ. അദ്ദേഹം ഒരു 250-500 കോടി ഉറുപ്പികയുടെ ഒരു വിൽപ്പനയും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഒരു വലിയ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ.
അപ്പോൾ ഇത് പുതിയ ഫാക്ടറി അല്ല, അവരത് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവിടെ പോയിട്ട് നെഗോഷിയേഷനൊക്കെ കഴിഞ്ഞു, ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ വിലയൊക്കെ നിശ്ചയിച്ചു. പക്ഷേ അദ്ദേഹം ഓരോ ചോദ്യം ചോദിക്കുന്നത് നമ്മളാണെങ്കിൽ വലിയ വിഷമമാണ്. അവർ കോട്ട് ചെയ്തതിൻ്റെ 1/3 ചോദിക്കുക ചിലപ്പോൾ. അവസാനം അതിൻ്റെ പ്ലാനൊക്കെ എഴുതി കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഇതൊക്കെ എടുത്തയച്ചു. എന്നിട്ട് അവർ പറയുകയാണത്രേ 2% ഞങ്ങൾ അവിടെ പ്രത്യേകിച്ച് വച്ചിട്ടുണ്ടെന്ന്. അതെന്തിനാ? അതെവിടെ വേണമെങ്കിൽ ഞങ്ങൾ തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു ഈ 2% വേണ്ട, വില കുറച്ച് എഴുതിക്കോളൂ നിങ്ങളെന്ന്. ഒരു മനുഷ്യൻ്റെ ചാരിത്രം, ഉദ്യോഗ ചാരിത്രം എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ തട്ടിക്കണതാ ഉദ്യോഗ ചാരിത്രം. പക്ഷേ ഇങ്ങനെ ചാരിത്രമില്ലാതെ ഉദ്യോഗത്തിൽ അചാരിത്രം കാണിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പണം കിട്ടിയെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ആ ചാരിത്ര ലംഘനം ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ വംശപരമ്പരയിൽ എന്താണ് കിട്ടുക? പണം കിട്ടി, അത് പുറത്ത് നിൽക്കണതാ. പക്ഷേ ആ പണം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച അചാരിത്രമുണ്ടല്ലോ, നെറിവുകേട്, ആ നെറിവുകേട് നിങ്ങളുടെ ഉള്ളിലാണ്. ആ ഉള്ളിൽ നിന്ന് അത് മക്കൾക്കും കുട്ടികൾക്കും വംശപരമ്പരകളിലും നിൽക്കും. അപ്പം നിങ്ങൾ വിചാരിച്ചു ഞാൻ എൻ്റെ ഉദ്യോഗ പ്രൗഢി ഉപയോഗിച്ച് 2% മേടിച്ചു എന്ന് വിചാരിക്കും. ആ 2% നിങ്ങൾ മേടിക്കുകയെ അതോ 20 200% നഷ്ടപ്പെടുകയോ ചെയ്തതെന്നുള്ളത് ആലോചിച്ചോളൂ. പുറത്ത് കിട്ടി, അകം കൊണ്ട് നിങ്ങൾ തോറ്റു തോറ്റു തോറ്റു. നിങ്ങളിപ്പോൾ 2% മേടിക്കും. നിങ്ങളുടെ കുട്ടികളുടെ കുട്ടി, സാധാരണ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ, വേലി ചാടി പയ്യൻ്റെ കുട്ടി മതിൽ ചാടിയെന്ന്. 2% മേടിച്ചു അച്ഛൻ. ഇനി പൗത്രൻ പേരക്കിടാവ് എത്രയാണ് മേടിക്കുക? 20 200% മേടിക്കും. ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം സത്യം സത്യം എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയാണ്. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം ഭൗതികമായിട്ടുള്ള അറിവ് കിട്ടാനും ഭൗതിക സമ്പത്ത് ശേഖരിക്കാനും ഉപകരിക്കുന്നതാണ്. പക്ഷേ വസിഷ്ഠൻ പറയുന്നു അതിനൊക്കെ മുൻപ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഈ സ്വത്തും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് വേണ്ടതുപോലെ ജീവിക്കണമല്ലോ. ആ ജീവിക്കാൻ നമുക്ക് സ്വഭാവത്തിന് പുഷ്ടിപ്പെടുത്താനും പെരുമാറ്റത്തിന് പുഷ്ടിപ്പെടുത്താനും സമ്പർക്കത്തിനെ അലങ്കരിക്കാനും പറ്റിയിട്ടുള്ള പ്രജ്ഞാവർദ്ധനയാണ്, വൃദ്ധിയാണ് നമുക്ക് വേണ്ടതെന്ന്. സ ഏവ യത്നകർത്തവ്യ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. ഇവിടെ ഒരു ഭാഗത്ത് മാന്ദ്യം എന്ന് പറഞ്ഞു, ഇവിടെ വർധന വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം? നിങ്ങൾ എപ്പോഴും കുട്ടികളോട് സംസാരിക്കേണ്ടത് എന്താ? കുട്ടികളെ, നിങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയണം, അറിയണം അറിയണം. ഗുണവും ദോഷവും മനസ്സിലാക്കണം. ഒരു തീയുടെ അടുത്ത് പോയാൽ അത് പൊള്ളിക്കും എന്നുള്ളത് നിങ്ങൾ അറിയണില്ലേ? അതുപോലെ നുണ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് പൊള്ളും പൊള്ളും പൊള്ളും. അന്യൻ്റെ മുതൽ അപഹരിച്ചാൽ കൂടുതൽ പൊള്ളും പൊള്ളും. അന്യനെ ഉപദ്രവിച്ചാൽ അതുപോലെ മനസ്സ് പൊള്ളും. ആ ഗുണവും ദോഷവും തമ്മിൽ നല്ല പോലെ മനസ്സിലാക്കി ദോഷം നീക്കി നിർത്താനും ഗുണം ഉൾക്കൊള്ളാനുമുള്ള ഒരു പഠിപ്പ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് ആവശ്യം ബാഹ്യവസ്തുക്കളല്ല, വലിയ കോട്ടകളല്ല. നമുക്ക് ആവശ്യം ഒന്നാം തരം തങ്കമായ മനസ്സാണ്. മനസ്സിലാണ് സർവ്വ അനുഭവങ്ങളും. മനസ്സാണ് എല്ലാ പ്രവൃത്തികളിലും തൊടുത്തുവിടുന്നത്. മനസ്സാണ് അവസാനിക്കുന്നതും മനസ്സിലാണ്. ആ മനസ്സ് ഭദ്രമായിരിക്കട്ടെ. അത് പതക്കം പോലെ മിന്നട്ടെ. അതിനെ ഭദ്രമാക്കി നിർത്തൂ. അതാണ് നിങ്ങൾക്കുള്ള കവചം എന്ന് പറഞ്ഞ് ചെറുപ്പകാലം മുതൽക്ക് തന്നെ പഠിപ്പിക്കണം. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? പ്രജ്ഞാമാന്ദ്യമാണ് സർവ്വ ആപത്തുകൾക്കും വിനകൾക്കും കാരണം. അത് ഇല്ലാതെ നോക്കണം. അത് എപ്പോൾ നോക്കണം? ആദ്യമേ മുതൽക്ക് നോക്കണം. സമ്പത്തും സ്വാതന്ത്ര്യവും എല്ലാം കിട്ടിയതിന് ശേഷം അയ്യത്തടാന്ന് പറഞ്ഞിട്ടൊരു പ്രജ്ഞാവർദ്ധനയ്ക്ക് പുറപ്പെട്ടാലാവില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആദ്യമേ മുതൽക്ക് നന്നാവണം. അങ്ങനെ നന്നായാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ശോഭനമാകും. അത് ഉപയോഗിക്കുന്നവർക്ക് ധന്യത വരും. നിങ്ങളുടെ കുട്ടികൾക്കും അത് ഒരു നല്ല ദീർഘകാലിക സ്വത്തായി തീരും. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.